അമേരിക്കൻ ഡോളറിനെ പിന്തള്ളുന്നതിന്റെ ഭാഗമായുള്ള ചരടുവലികൾക്കിടെ ഇന്ത്യൻ രൂപയ്ക്ക് പ്രാധാന്യമേറുന്നു. റഷ്യയുടെ തന്ത്രപരമായ കരുനീക്കമാണ് ഇതിനു പിന്നിലെന്നാണ് പൊതുസംസാരം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ലോകവ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കാനുള്ള നീക്കങ്ങൾ ശക്തമാകുന്നതിനിടെ ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. US ഉപരോധങ്ങൾ മറികടക്കാൻ ബംഗ്ലാദേശുമായുള്ള ഉഭയകക്ഷി വ്യാപാരം ഇന്ത്യൻ രൂപയിൽ തീർപ്പാക്കണമെന്ന നിർദ്ദേശവുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. റഷ്യ ബംഗ്ലാദേശ് ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ അടുത്ത യോഗത്തിൽ ഈ നിർദ്ദേശം ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ ബാങ്കുകൾക്ക് മേലുള്ള അമേരിക്കൻ ഉപരോധങ്ങളെ തുടർന്ന് ഡോളർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനത്തിൽ വലിയ തടസ്സങ്ങളാണ് നേരിടുന്നത്. ഇതിനു ബദലായി ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് വ്യാപാരം നടത്തുകയും പ്രത്യേക പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുകയും ബംഗ്ലാദേശിൽ ഒരു റഷ്യൻ ബാങ്കിന്റെ ശാഖ ആരംഭിക്കുകയും ചെയ്യണമെന്ന് മോസ്കോ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിലൂടെ ഡോളറിനെയും പാശ്ചാത്യ ബാങ്കിംഗ് സംവിധാനങ്ങളെയും ആശ്രയിക്കാതെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് റഷ്യയുടെ ശ്രമം. റഷ്യ എന്തുകൊണ്ടാണ് ഇന്ത്യൻ രൂപയെ വിനിമയ മാർഗമായി തിരഞ്ഞെടുക്കുന്നത് എന്നത് വലിയൊരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം മറ്റൊന്നുമല്ല, റഷ്യയും ഇന്ത്യയും ഇതിനകം തന്നെ ചില വ്യാപാര ഇടപാടുകൾ ഇന്ത്യൻ രൂപയിൽ നടത്തിവരുന്നുണ്ട്. കറൻസി സ്വാപ്പ് കരാറില്ലെങ്കിലും രൂപയിൽ വ്യാപാരം സാധ്യമാണെന്ന് ഈ മാതൃക തെളിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശും ഇന്ത്യയുമായി രൂപയിൽ വ്യാപാരം ആരംഭിച്ചതും റഷ്യയ്ക്ക് അനുകൂല ഘടകമാണ്. അതുതന്നെയാണ് ബംഗ്ലാദേശുമായുള്ള ഇടപാടുകളിൽ ഇന്ത്യൻ രൂപ ഉപയോഗിക്കാമെന്ന റഷ്യൻ തീരുമാനത്തിന് പിന്നിൽ. ബംഗ്ലാദേശിൽ റഷ്യൻ സഹായത്തോടെ നിർമ്മിക്കുന്ന രുബൂർ ആണവ നിലയ പദ്ധതിയുടെ വായ്പാ തിരിച്ചടവുകൾ അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് നിലച്ചിരിക്കുകയാണ്. റഷ്യൻ ബാങ്കുകളിലേക്ക് പണം കൈമാറാൻ കഴിയാത്തതിനാൽ ഗഡുക്കൾ നിലവിൽ ബംഗ്ലാദേശിലെ സൊണാലി ബാങ്കിലുള്ള പ്രത്യേക അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനും പുതിയ പേയ്മെന്റ് സംവിധാനം നിർണായകമാകുമെന്നാണ് റഷ്യയുടെ പ്രതീക്ഷ. പേയ്മെന്റ് സംവിധാനം മാത്രമല്ല, ബംഗ്ലാദേശുമായുള്ള വ്യാപാരവും നിക്ഷേപവും വിപുലീകരിക്കാനാണ് റഷ്യയുടെ ലക്ഷ്യം. റഷ്യ ബംഗ്ലാദേശ് ബിസിനസ് കൗൺസിൽ രൂപീകരിക്കൽ, ബംഗ്ലാദേശി വസ്ത്രനിർമ്മാതാക്കളുടെ രജിസ്ട്രി തയ്യാറാക്കൽ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കൽ, പ്രത്യേക സാമ്പത്തിക മേഖലകൾ വികസിപ്പിക്കൽ തുടങ്ങിയ നിർദ്ദേശങ്ങളും റഷ്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. റഷ്യയിലേക്കുള്ള ബംഗ്ലാദേശിന്റെ കയറ്റുമതി യുക്രൈൻ യുദ്ധത്തിനു മുൻപ് പ്രതിവർഷം $500 മില്യൺ ആയിരുന്നുവെങ്കിലും ഉപരോധങ്ങൾക്ക് പിന്നാലെ അത് ഗണ്യമായി കുറഞ്ഞു. അതേസമയം വളം, ഗോതമ്പ് തുടങ്ങിയ അവശ്യവസ്തുക്കളുടെ ഇറക്കുമതി ബംഗ്ലാദേശ് റഷ്യയിൽ നിന്ന് തുടരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇനി നടക്കാനിരിക്കുന്ന ഉഭയകക്ഷി യോഗത്തിൽ സാങ്കേതിക വിദ്യ കൈമാറ്റം, പുനരുപയോഗ ഊർജം, വൈദ്യുതി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, കൃഷി, ഭക്ഷ്യസുരക്ഷ, നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കാനാണ് ബംഗ്ലാദേശ് ശ്രമിക്കുന്നത്. റഷ്യയിൽ നിന്ന് യൂറിയ വളം ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ മത്സരാധിഷ്ഠിത വിലയ്ക്ക് ലഭ്യമാക്കാനും ബംഗ്ലാദേശ് താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ബംഗ്ലാദേശുമായുള്ള വ്യാപാരത്തിനായി റഷ്യ ഇന്ത്യൻ രൂപ വിനിമയ മാർഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വെറും സൗകര്യം മുൻനിർത്തിയല്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. US ഉപരോധങ്ങളെ മറികടക്കുന്നതിനൊപ്പം ഡോളറിനു പകരം പ്രാദേശിക കറൻസികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആഗോള പ്രവണതയുടെ ഭാഗമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ചൈന യുവാനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ റഷ്യ ഇന്ത്യൻ രൂപയെ ഒരു പ്രായോഗിക മാർഗമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇന്ത്യൻ രൂപയിൽ കൂടുതൽ രാജ്യങ്ങൾ വ്യാപാരം നടത്താൻ തയ്യാറായാൽ രൂപയുടെ അന്താരാഷ്ട്ര സ്വീകാര്യതയും ഇന്ത്യയുടെ സാമ്പത്തിക സ്വാധീനവും വർദ്ധിക്കാനിടയുണ്ട്. എന്നാൽ ഡോളറിന്റെ ആഗോള ആധിപത്യം ഉടൻ അവസാനിക്കുമെന്ന വിലയിരുത്തൽ വിദഗ്ധർക്കില്ല. എന്നിരുന്നാലും ആഗോള സാമ്പത്തിക ക്രമത്തിൽ രൂപയുടെ സ്ഥാനം പതിയെ ശക്തിപ്പെടുന്നു എന്നതിന്റെ സൂചനയായാണ് റഷ്യയുടെ പുതിയ നീക്കം വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.